നമുക്കിന്നൊരു ഐസ്ക്രീം റെസിപ്പി നോക്കാം. parle-G ബിസ്ക്കറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ഒരു മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, പഞ്ചസാര ഇട്ടാലും മതി. പഞ്ചസാര ആണെങ്കിൽ 1/2 to 1/4 കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇടുന്നുണ്ട്. ഇനി ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് parle-Gയുടെ ബിസ്ക്കറ്റ് ആണ് വേണ്ടത്. ഞാനിവിടെ ഒരു 8 ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. 8 to 10 ബിസ്ക്കറ്റ് വരെ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പാലിന്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളക്കുന്ന സമയത്ത്, തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. പാലിന്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ തിളക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് കൂടുതൽ നേരം ബിസ്ക്കറ്റ് ഇതിൻ്റെ കൂടെ ഇരുന്നിട്ട് വേവേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട കിട്ടാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇതൊന്ന് മിക്സായി കിട്ടിക്കോളും. ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇത് അടിച്ചെടുക്കണം. എന്നിട്ടാണ് ഇത് നമ്മൾ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്ന് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സ് നമുക്ക് ഒരു ടിന്നിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ടിന്നിനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.